إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين وقل رب أنزلني منزلا مباركا وأنت خير المنزلين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉലുൽ അസ്മുകളിൽ ആദ്യമായി നാം എണ്ണിവരുന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലത്തോളം 9.5 നൂറ്റാണ്ട് കാലം ഒരു സമൂഹത്തിനിടയിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ രഹസ്യരൂപത്തിലും പരസ്യരൂപത്തിലും എല്ലാ വിധത്തിലുള്ള കഴിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള ശിർക്കിനെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തി ഇസ്ലാമിക പ്രബോധന രംഗത്ത് വല്ലാത്തൊരു ത്യാഗം സഹിച്ച മഹാനായ പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരുപാട് പരിഹാസങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങി എങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ മഹാനവറുകൾ ഉറച്ചു നിൽക്കുകയും അള്ളാഹു തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം കൃത്യമായി തന്നെ നിർവഹിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു, വിശദീകരിച്ചു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ഈ ജനതയുടെ ധിക്കാരം മുഴുത്തപ്പോൾ അവന്റെ ശിക്ഷ നടപ്പിലാക്കാനുള്ള കളമൊരുക്കുന്ന വിധത്തിൽ ഒരു കപ്പൽ നിർമ്മിക്കുവാൻ വേണ്ടി പറയുകയുണ്ടായി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് കപ്പലിന്റെ പണി ആരംഭിച്ചു. ആ കപ്പലിന്റെ പണി ആരംഭിച്ച വേളയിലും അത് കാണുന്ന, അതിലൂടെ കടന്നു പോകുന്ന ശത്രുക്കൾ അദ്ദേഹത്തെ ആ കാരണം പറഞ്ഞുകൊണ്ടും പരിഹസിക്കുകയുണ്ടായി എന്ന് കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. പരിഹാസം അവർ തുടർന്നുകൊണ്ടേയിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കപ്പലിന്റെ നിർമ്മാണവും പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു. നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, 950 കൊല്ലക്കാലം ദഅവത്ത് നടത്തിയ ഒരു പ്രവാചകന് കേവലം ഒരു കപ്പലിൽ കൊള്ളാവുന്ന ആളുകളെ മാത്രമാണ് അനുയായികളായി കിട്ടിയത് എന്നത് നമ്മൾ മനസ്സിലാക്കണം.
വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. സൂറത്ത് ഹൂദിലെ 40-ാമത്തെ ആയത്തിൽ കാണാം, വമാ ആമന മഅഹു, അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചില്ല, ഇല്ലാ ഖലീൽ, ഒരു ന്യൂനപക്ഷമല്ലാതെ. വളരെ ചെറിയ ഒരു വിഭാഗം ആളുകളെ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അനുയായികളായി കിട്ടിയത്. ഒരു കപ്പലിൽ നിറക്കാൻ മാത്രമുള്ള ആളുകൾ. ചില റിപ്പോർട്ട് അനുസരിച്ച് 80 ആളുകൾ, സ്ത്രീ പുരുഷന്മാരടങ്ങുന്ന 80 ആളുകളെന്നും 83 ആളുകളെന്നും അല്ല, അതിന്റെയും താഴെ 40ഓളം ആളുകളെ മാത്രമേ കിട്ടിയുള്ളൂവെന്നും വ്യത്യസ്തങ്ങളായ അഭിപ്രായ വീക്ഷണങ്ങളുണ്ട്. അള്ളാഹുവിനറിയാം. എന്തായിരുന്നാലും അള്ളാഹു ഒരു കാര്യം നമുക്ക് അറിയിച്ചു തന്നു, വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചത്. ഇത് ഇസ്ലാമിക പ്രബോധകന്മാര്, മുസ്ലിമീങ്ങൾ അവരുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ടുന്ന ഒരു പാഠം ഇതിലുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിന്ന് ഉൾവലിയാറുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ഒക്കെ ബാധ്യതയല്ലേ അള്ളാഹുവിന്റെ ദീനിനെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കൽ? ആർക്കാണ് അതിൽ നിന്ന് കൈ കഴുകി എനിക്കാ ബാധ്യതയില്ലെന്ന് പറഞ്ഞു പരലോകത്ത് ഒഴിഞ്ഞു മാറാനാവുക? ഈ സംസാരിക്കുന്ന ഈ ഉള്ളവന് കഴിയുമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ബഹുമാന്യ ശ്രോതാക്കൾക്ക് കഴിയുമോ? ഞാൻ അതിന് അർഹനല്ല, എനിക്കാ ബാധ്യതയില്ല, എനിക്ക് അള്ളാന്റെ ദീന് എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു പങ്കും വഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നമുക്ക് ആർക്ക് സാധിക്കും? ആർക്കും സാധിക്കില്ല. എല്ലാവർക്കും നിർബന്ധമാണ് സുഹൃത്തുക്കളെ. നമ്മൾ പഠിച്ചതെന്തോ ആ പഠിച്ചത് ഏറ്റക്കുറവുകൾക്കനുസരിച്ച് കൂടുതൽ പഠിച്ചവന് കൂടുതൽ ബാധ്യത, അല്ലാത്തവന് അതിനനുസരിച്ച ബാധ്യത. പക്ഷെ ആരും ബാധ്യതയില്ലെന്ന് ഒഴിവാകില്ല. എല്ലാവരോടും ചോദിക്കും, നിനക്ക് അറിവ് ലഭ്യമായത് എവിടെ നിന്ന്? ആ ഇൽമനുസരിച്ച് നീ എന്ത് ചെയ്തു? മുഴുവൻ ആളുകളോടും ചോദ്യമുണ്ട്. ആരും അതിൽ നിന്ന് ഒഴിവാവുകയില്ല. ഇതൊക്കെ വെറുതെ ഒരു ചെവി കൊണ്ട് കേട്ട് മറുചെവിയിലൂടെ വിട്ടുകളയേണ്ടുന്ന വാക്കുകളായി പ്രിയമുള്ളവരെ പറയുന്ന ഞാനും നിങ്ങളും ധരിച്ചു പോകരുത്. നമ്മുടെ ബാധ്യതയാണ് ഈ പറയുന്നത്. ഖബറിലെത്തി കഴിയുമ്പോൾ നമ്മൾ കഷ്ടപ്പെടാതിരിക്കാനാണ് ഈ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. എല്ലാവർക്കും ബാധ്യതയാണ് അള്ളാന്റെ ദീൻ എത്തിക്കൽ. അതിലാരും ഒഴിവല്ല. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപോലെ ബാധ്യതയുണ്ട് അള്ളാന്റെ ദീന് എത്തിയിട്ടില്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കൽ. പക്ഷേ പലപ്പോഴും ആ രംഗത്ത് കുറച്ചൊക്കെ ഒന്ന് ചലിക്കുന്ന ആളുകൾ പിന്നീട് ഉള്ള ചലനവും നിർത്തിവെക്കാറ് പതിവുണ്ട്. എന്താ കാരണം? അവര് പറയും, നമ്മൾ ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ട് ആരെയും കിട്ടണില്ലല്ലോ, ആരും വിശ്വസിക്കുന്നില്ലല്ലോ, ആരും ചെവിക്കൊള്ളുന്നില്ലല്ലോ. വേണമെങ്കിൽ പുറമേ നിന്നുള്ള പരിഹാസങ്ങളും ഉണ്ടാകും. നിങ്ങൾ ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ട് ഇവിടെ തിന്മയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർദ്ധിച്ചതല്ലാതെ എന്ത് നേട്ടമാ ഉണ്ടാക്കിയത്? അതുകൊണ്ട് വെറുതെ ഇരുന്നൂടെ, അടങ്ങിയിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞ് പിറകോട്ട് വലിക്കുന്ന ദുശക്തികളും മനുഷ്യന്മാർക്കിടയിലുണ്ട്. ഇതിന്റെയൊക്കെ കൃത്യമായ നിലക്കുള്ള ഒരു അറിവാണ് സുഹൃത്തുക്കളെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവാ പ്രവർത്തനത്തിന്റെ റിസൾട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. മഹാനായ ഒരു പ്രവാചകൻ, എങ്ങനെയുള്ള പ്രവാചകൻ? കേവലം ഒരു സാധാരണക്കാരനല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ഉറച്ച യഖീനുള്ള ദൃഢവിശ്വാസമുള്ള മഹാനായ പ്രവാചകൻ, സത്യസന്ധനായ നല്ല സിദ്ഖുള്ള പ്രവാചകൻ, കറകളഞ്ഞ ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള പ്രവാചകൻ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് നല്ല തഖ്വയോടെ ജീവിച്ച മഹാനായ പ്രവാചകൻ. ഈ വിശേഷണങ്ങളൊക്കെ ഒത്തിണങ്ങിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വഹയി കിട്ടുന്ന റബ്ബിന്റെ നിർദ്ദേശത്തിൽ നിന്ന് കടുകുമണി വ്യതിചലിക്കാതെ പ്രവർത്തിക്കുന്ന അള്ളാഹുവിന്റെ കാവലുള്ള മഹാനായ ഒരു പ്രവാചകൻ, പ്രബോധനത്തിന്റെ എല്ലാ നയവും നിലപാടുകളും അറിഞ്ഞിട്ടുള്ള പ്രവാചകൻ, ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ കാവൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ, അള്ളാന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തിയിട്ട് 1 2 കൊല്ലമല്ല, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര 950 കൊല്ലക്കാലം ഒരു പ്രവാചകൻ രാവും പകലുമില്ലാതെ അധ്വാനിച്ചിട്ട് കിട്ടിയത് ഖലീൽ, വളരെ കുറഞ്ഞ ആളുകൾ, വളരെ കുറഞ്ഞ ആളുകളെ മാത്രം.
ഇതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കണം. എന്ത്? നാം സങ്കടപ്പെടേണ്ടതും നാം ദുഃഖിക്കേണ്ടതും നാം നമ്മെ തന്നെ ആക്ഷേപിക്കേണ്ടതും ഞാൻ പറഞ്ഞിട്ട് ഒരാളും കേൾക്കുന്നില്ലല്ലോ എന്നതിന്റെ പേരിലായിരിക്കരുത്. ഒരു പ്രബോധകന്റെ മനസ്സിലെപ്പോഴും ആശ വേണം. എന്ത്? ഞാൻ പറയുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കണം, ജനങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ചുകൊണ്ട് സന്മാർഗത്തിലേക്ക് വരണം. അത് നമുക്കുണ്ടാകേണ്ടുന്ന നമ്മുടെ ഒരാഗ്രഹമാണ്. പക്ഷേ അങ്ങനെ ഗുണം കണ്ടാലേ ഞാൻ പ്രവർത്തിക്കൂ, അല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന ഒരു ബോധം ഒരാളിലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അവന്റെ മനസ്സിനെ അവൻ പഠിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിക്കുന്നത്, ഞാൻ പറഞ്ഞു കൊടുക്കാനേ എനിക്ക് എന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളൂ. നാളെ മഹ്ശറിലെത്തുമ്പോൾ നീ ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിച്ചിട്ട് നിനക്ക് കിട്ടിയ അനുയായികളെ ഒന്നിങ്ങോട്ട് മാറ്റി നിർത്ത് എന്ന് ലോകം കണ്ട മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും അള്ളാഹു പറയൂല. മറിച്ച് ഞാനും നിങ്ങളും അടങ്ങുന്ന മാനവ സമൂഹത്തിലെ ഓരോ മെമ്പറോടും ഒരു ചോദ്യമുണ്ടാകും. എന്ത്? എത്ര ആളുകളുടെ കാതുകളിലേക്ക് നീ ഈ സത്യത്തിന്റെ മെസ്സേജ് എത്തിച്ചു കൊടുത്തു? അതിൽ നിന്ന് നമ്മൾ ആരും രക്ഷപ്പെടില്ല, അതിൽ നിന്ന് ആരും ഒഴിവല്ല. എത്ര ആളുകൾക്ക് നീ ദീനിന്റെ വെളിച്ചം എത്തിച്ചു? എത്ര ആളുകളിലേക്ക് നീ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം പകർന്നു കൊടുത്തു? എത്ര ആളുകളിലേക്ക് നീ അല്ലാഹുവിന്റെ ദീനിന്റെ മഹത്വം നീ പറഞ്ഞു കൊടുത്തു? ആ പറഞ്ഞു കൊടുത്തത് എത്രയാണ് എന്ന ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരും, തീർച്ചയാണ്. പക്ഷേ നിനക്ക് എത്ര ആളെ കിട്ടി? അതൊരാളോടും ചോദിക്കൂല, അതൊരാളോടും ചോദിക്കൂല. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് 80 ആളുകളെയെങ്കിലും കിട്ടി, അല്ലെങ്കിൽ അതിൽ താഴെ, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാം, ചില പ്രവാചകന്മാര് നാളെ മഹ്ശറിൽ വരുമ്പോൾ ബഅ്ദുൽ അംബിയാ യഅതൂന യൗമൽ ഖിയാമ വലൈസ മഅഹും അഹദുൻ, വലൈസ മഅഹും അഹദുൻ. ചില പ്രവാചകന്മാര് നാളെ മഹ്ശറിൽ പരലോകത്ത് വരുമ്പോൾ അവരുടെ കൂടെ ഒരാളും ഉണ്ടാകില്ല. ഒരൊറ്റ പ്രവാചകന്, അതല്ലെങ്കിൽ ഒരൊറ്റ അനുയായിയെ പോലും കിട്ടാത്ത നബിമാരും ലോകത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ നയത്തിന്റെ മോശം കൊണ്ടാണ്, അവർക്കൊന്നും ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന രീതിയെ പറ്റി അറിയാത്ത ജാഹിലുകളായതുകൊണ്ടാണ്. അതൊന്നും അല്ല സുഹൃത്തുക്കളെ. ഹിദായത്ത് എന്ന് പറയുന്ന നൂറ് അല്ലാഹ് കൊടുക്കണം. പ്രവാചകന്മാർക്ക് പോലും ജനങ്ങളിലേക്ക് സത്യത്തിന്റെ മെസ്സേജ് എത്തിച്ചു കൊടുക്കാനേ കഴിയൂ. എത്തിക്കപ്പെട്ട കാതുകളിൽ ആ കേട്ട കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിലും മസ്തിഷ്കത്തിലുമൊക്കെ സ്വാധീനം ചെലുത്തിയിട്ട് കേട്ട കാര്യങ്ങളിലേക്ക് നടന്നെടുത്ത്, അല്ലെങ്കിൽ അതിനെ സ്വീകരിച്ച് അത് അംഗീകരിക്കുക എന്നുള്ള പ്രത്യേകത ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല. തികച്ചും അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമായ കാര്യമാണ്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നമുക്കറിയില്ലേ? കൂടെ സന്തത സഹചാരിയായി നടന്ന പിതൃവ്യനായ അബൂ താലിബിന്റെ മരണവേളയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പറഞ്ഞു നോക്കിയിട്ടുണ്ട്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ. അക്കലിമ, ഒരു കലിമ ഒന്ന് പറയൂ മൂത്താപ്പ. പറഞ്ഞു നോക്കിയില്ലേ? അയാൾ വിശ്വസിച്ചോ? ഇല്ല, കാഫിറായി മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സങ്കടം സഹിക്കാനായില്ല. പടച്ച റബ്ബ് സമാശ്വസിപ്പിച്ചില്ലേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഓ നബിയേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു അത്രേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നേർവഴി കൊടുക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധകന്മാര്, പ്രവർത്തകന്മാര്, മുസ്ലിമീങ്ങളൊക്കെ അവരവർക്ക് അറിയാവുന്ന ഇൽമ് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ മടി കാണിക്കരുത്. നമ്മുടെയൊക്കെ ബാധ്യത. നമ്മൾ ചിന്തിക്കണം, നമ്മളത് ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്റെ കൂടെയുള്ളവരോട് പറഞ്ഞോ, എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞോ, എന്റെ കൂടെ റൂമിൽ താമസിക്കുന്നവരോട് പറഞ്ഞോ, ഞാൻ മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചോ? ഇസ്ലാമിന്റെ സന്ദേശം ഡോർ ടു ഡോർ അത് നടക്കേണ്ട ഒരു സംഗതിയല്ലേ? ഏത് കാലത്തും നടക്കേണ്ട ഒരു കാര്യമല്ലേ? പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ചെയ്തോന്ന് അല്ല ചോദിക്കും. അത് ചോദിക്കും ഉറപ്പാണ്. നീ അത് ചെയ്തിട്ട് കാര്യം ഉണ്ടായില്ല, അത് നമ്മുടെ ഉത്തരവാദിയല്ല.
കാരണം നമുക്കൊക്കെ ശുഷ്കിച്ച ഒരുപാട് ന്യൂനപക്ഷം എന്ന് പറയാവുന്ന നിലക്കുള്ള ജനങ്ങളുമായി ബന്ധപ്പെടാനും അത്രമാത്രം ചുരുങ്ങിയ ആയുസ്സും നൽകപ്പെട്ടൊരു വിഭാഗമാണ് നമ്മൾ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 9.5 കൊല്ലം രാവും പകലുമില്ലാതെ പണിയെടുത്തിട്ട് ഒരു കപ്പലിൽ കയറ്റാവുന്ന ആളുകളെ മാത്രമാണ്, ഖലീലായവർ ന്യൂനപക്ഷത്തെയാണ് ലഭിച്ചത് എന്ന് വരുമ്പോൾ ബാധ്യത നിർവഹിച്ച സംതൃപ്തിയാണ് നൂഹ് നബി അലൈഹിസ്സലാമിനുണ്ടായത്. മഹാനവറുകൾക്ക് അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. ആ മഹാനായ പ്രവാചകൻ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചു. നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇന്ന് വരെ സ്വന്തം ബാപ്പയോട് പറഞ്ഞിട്ടില്ലാത്തവർ, ഉമ്മയോട് പറഞ്ഞിട്ടില്ലാത്തവർ, തന്റെ കുടുംബത്തിലെ അംഗങ്ങളോട് ഇതിനെപ്പറ്റി ഒരക്ഷരം സംസാരിച്ചിട്ടില്ലാത്തവർ, താൻ എപ്പോഴും കണ്ടുമുട്ടുന്ന വിവിധ മതസ്ഥരായ ആളുകളോട് ഇസ്ലാം എന്താണെന്ന് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്തവർ. സഹോദരങ്ങളെ, നമ്മളാണ് ഇത്രത്തോളം രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട മഹാന്മാരായ മുൻഗാമികളൊക്കെ കടന്നു കയറുന്ന സ്വർഗത്തിലേക്ക് പോകാൻ മനസ്സാ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടുന്നവർ. പക്ഷേ അവർ നടന്ന നടപ്പാതയിലൂടെ ഒരൽപ്പം ചലിക്കാൻ പോലും നമ്മളാരും തയ്യാറുമല്ല. ഇത് ഗൗരവത്തോടെ ചിന്തിക്കണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രയൊക്കെ പാടുപെട്ട് പ്രവർത്തിച്ചിട്ടും വളരെ കുറഞ്ഞ ഒരാളുകളെ മാത്രമാണ് കിട്ടിയതെങ്കിൽ അതിലൊരിക്കലും ഒരാൾ നിരാശപ്പെടേണ്ടതില്ല. ആളുകൾ സ്വീകരിച്ചോ ഇല്ലേ എന്നത് നമ്മുടെ ബാധ്യതയില്ല, അത് അള്ളാഹ്ക്കാണ് കഴിയുക. പക്ഷേ എത്തിക്കൽ എല്ലാവരുടെയും ബാധ്യതയാണ്. മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും അല്ലാഹ് പറഞ്ഞത്, ഇൻ അലൈക ഇല്ലൽ ബലാഗ് വമാ അലൈനാ ഇല്ലൽ ബലാഗ്, എത്തിക്കലല്ലാതെ ഞങ്ങളുടെ മേൽ ഉത്തരവാദിത്തമില്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ, നബിയേ മുന്നറിയിപ്പ് നൽകൂ, ഉത്ബോധനം കൊടുക്കൂ. താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. അധികാരം ചെലുത്തി നിർബന്ധം ചെലുത്തിയിട്ട് ഒരാളെ മാറ്റി തീർക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കില്ല നബിയേ. ഇത് ഈ ചരിത്രത്തിലൂടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിഷേധത്തിലായിക്കൊണ്ട് തന്നെ ആ ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എത്രത്തോളം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാമിനോടുള്ള വിദ്വേഷവും പകയും പകർത്തുന്ന നിലക്കായിരുന്നു ആ ജനങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വഖത്ത് തതാവല അസ്സമാനു വൽ മുജാദലതു ബൈനഹു വബൈനഹും, കാലം കഴിയും തോറും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങളും നൂഹ് നബി അലൈഹിസ്സലാമിനും ഇടയിൽ തർക്കം മുറുകുകയായിരുന്നു. അവരദ്ദേഹത്തെ വിശ്വസിക്കാനല്ല കൂട്ടാക്കിയത്. ഒരുപാട് കാലം മഹാനവറുകൾ അവരിൽ ജീവിച്ചിട്ടും ഫമാ ആമന ബിഹി ഇല്ലൽ ഖലീലു മിൻഹും, കുറഞ്ഞ ആളുകൾ മാത്രമേ വിശ്വസിച്ചുള്ളൂ. വകാന കുല്ലമൻ ഖറല ജീലുൻ വസ്സൗമൻ ബഅദഹും ബിഅദ്മിൽ ഈമാൻ ബിഹി വമുഹാറബതിഹി വമുഖാലഫതിഹി, ഓരോ തലമുറയും കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത തലമുറക്ക് അവർ വസിയത്ത് കൊടുത്തിട്ടാ പോവുകയാണ്. എന്താ വസിയത്ത് കൊടുക്കാറുള്ളത്? ഒരു പഴച്ച ചങ്ങാതിന്റെ ഇവിടെ ഒരു വർത്താനം ഒരു കുട്ടിയും കേട്ടു പോകരുത്. ബാപ്പ മകന് ഒത്തിരി പ്രായമായ ആദ്യം പറഞ്ഞു കൊടുക്കുക. അതാണ്. നോക്കൂ നിങ്ങൾ, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, വകാനൽ വാലിദു ഇദാ ബലഗ വലദുഹു വഅഖല അൻഹു കലാമഹു വസ്സാഹു ഫീമാ ബൈനഹു വബൈനഹു അല്ലാ യുഅ്മിന ബിനൂഹിൻ അബദൻ മാ ആശ വദായിമൻ ബാ ബഖിയ വകാനത് സജായാഹും തഅബൽ ഈമാൻ വത്തിബാഅൽ ഹഖ് വലിഹാദാ ഖാല വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത, ബാപ്പ ഒരു മകൻ അങ്ങ് പ്രായമായി പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പ്രായമായ അപ്പ കൊടുക്കും, ബാപ്പ അടുത്ത തലമുറക്ക് വസിയത്ത് കൊടുക്കുമെന്ന്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നൂഹിന്റെ വാക്കുകൾ ശ്രദ്ധിക്കരുതേ, ഇവിടെയുള്ളയിടത്തോളം കാലം നൂഹിനേക്ക് ചെവി കൊടുക്കരുതേ, വിശ്വസിച്ചു പോകരുതേ എന്ന് പറഞ്ഞ് അവര് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഈ നിഷേധത്തിന്റെ വിഷം കുത്തിവെച്ചുകൊണ്ട് മാതാക്കൾ കുഞ്ഞുങ്ങളെ മുലയൂട്ടുമ്പോ മുലപ്പാലിലൂടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള പകയും വിദ്വേഷവും കൂടെ പകർന്നു കൊടുക്കുന്ന, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വിദ്വേഷവും നിഷേധവും പകയും മാത്രം പകർന്നു കൊടുത്തുകൊണ്ട് ആ സമൂഹത്തിൽ നിന്ന് ഇനി ഒരു നല്ലവരും ഉണ്ടാകില്ലെന്ന് അത്രമാത്രം തോന്നിയ ഘട്ടത്തിലാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സങ്കടത്തോടെ റബ്ബിനോട് പറഞ്ഞത്, വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. പടച്ചറബ്ബ്, ഇനി അവരിൽ നിന്ന് ഒരാളെയും വിടരുത്, ഇനി അവരിൽ നിന്ന് ഒരാളെയും വിടരുതേ, ഇനി ഒറ്റെണ്ണത്തെ ബാക്കിയാക്കരുതേ. കാരണം പ്രതീക്ഷയില്ല, അവരിൽ നിന്ന് ഇനി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഫാജിരിങ്ങളായിട്ടല്ലാതെ വരൂല. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ.
ഫാജിറും തെമ്മാടി കൂട്ടങ്ങളല്ലാതെ അടുത്ത തലമുറയും വരൂല. അതുകൊണ്ട് പടച്ചോനെ ഈ ഇടപെട്, നീ പിടികൂടി എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രാർത്ഥിക്കാൻ മാത്രം ആ സമൂഹത്തിൽ അത്രയും ദുഷ്ടതയും അത്രയും നിഷേധഭാവവും മർക്കടമുഷ്ടിയും സത്യത്തോടുള്ള തീരാത്ത പകയും നിറഞ്ഞു നിന്നപ്പോഴാണ് മഹാനായ ഒരു പ്രവാചകന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ അവസരം ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വന്നത്. അങ്ങനെ മഹാനവറുകൾ പ്രാർത്ഥിച്ചു. അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം കപ്പൽ നിർമ്മാണം പൂർത്തിയായി. കപ്പലിന്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. ആ ഘട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് നിർദ്ദേശം കൊടുത്തു. എന്താണ് നിർദ്ദേശം കൊടുത്തത്? നിർദ്ദേശം കൊടുത്തത് എങ്ങനെയാണ്? ഫഇദാ ജാഅ അംറുനാ وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون. സൂറത്തുൽ മുഅ്മിനൂനിലെ 27-ാമത്തെ ആയത്ത്. അല്ലാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നമ്മുടെ കൽപ്പന എത്തിക്കഴിഞ്ഞാൽ, നൂഹേ എന്റെ ഓർഡർ വരുമ്പോ അടുപ്പുകളിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകാൻ തുടങ്ങിയാൽ, അതായിരുന്നു അടയാളം പറഞ്ഞത്. അടയാളം പറഞ്ഞത് ശിക്ഷ വരുന്നതിന്റെ തുടക്കമായി കൊണ്ടുള്ള അടയാളം എന്തായിരിക്കും? അടുപ്പുകളിൽ നിന്ന് വെള്ളം കണ്ട് പൊട്ടാൻ തുടങ്ങും. അങ്ങനെ ആ രൂപത്തിൽ വെള്ളം ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടിയിട്ടിങ്ങ് വരുന്ന നേരത്ത് എന്ത് ചെയ്യണം? താമസിയാതെ ഫസ്ലുക് ഫീഹാ മിൻ കുല്ലി സൗജൈൻ ഇത്നൈൻ, എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഈ 2 ഇണകളെ ആ കപ്പലിലേക്ക് നീ പ്രവേശിപ്പിച്ചോളണം. അന്ന് നിലവിലുള്ള ജീവജാലങ്ങളിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും ഈ 2 ഇണകളെ നീ ആ കപ്പലിലേക്ക് കയറ്റിക്കൊള്ളണം. വാഹിലക, നിന്റെ കുടുംബത്തെയും, ഇല്ലാമാ സബഖ അലൈഹിൽ ഖൗലു മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കില്ലെന്ന വാക്ക് മുൻകടന്നു പോയിട്ടുള്ളവരെ ഒഴികെ. വലാ തുഹാതിബിനി ഫില്ലദീന ളലമൂ, അക്രമം പ്രവർത്തിച്ച ജനതയെ കുറിച്ച് നീ എന്നോട് അഭിസംബോധന ചെയ്യരുത്. ഇന്നഹും മുഗ്റഖൂൻ, അവർ മുഴുവനും മുക്കി നശിപ്പിക്കപ്പെടുന്നവർ തന്നെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള അള്ളാഹുവിന്റെ ഒരു കൽപ്പന സൂറത്ത് മുഅ്മിനൂനിൽ ഇങ്ങനെ കാണാം. 27-ാമത്തെ ആയത്താണ് നിങ്ങൾ കേട്ടത്. ഇതേപോലെ തന്നെ ഇതേ കാര്യം സൂറത്ത് ഹൂദിലെ 40-ാമത്തെ ആയത്തിലും, ഹത്താ ഇദാ ജാഅ അംറുനാ വഫാറത്ത അന്നൂർ ഖുൽ നഹ്മിൽ ഫീഹാ മിൻ കുല്ലി സൗജൈൻ ഇത്നൈൻ വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു വമൻ ആമന വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. നമ്മുടെ കൽപ്പന വന്നാൽ, അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകാൻ തുടങ്ങിയാൽ, കുൽനാ, നാം പറഞ്ഞു, അല്ലാഹു പറയുന്നു, ഇഹ്മിൽ ഫീഹാ, ആ കപ്പലിൽ നീ വഹിക്കണം നൂഹേ, മിൻ കുല്ലിൻ, എല്ലാ ജീവജാലങ്ങളിൽ നിന്നും, സൗജൈൻ ഇത്നൈനി, ഈ 2 ഇണകളെ, വാഹിലക, നിന്റെ കുടുംബത്തെയും കയറ്റിക്കൊള്ളണം. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു മിൻ, വാക്ക് മുൻകടന്നിട്ടുള്ള, വിശ്വസിക്കൂല എന്ന് പറയപ്പെട്ടിട്ടുള്ളവർ അവരതിൽ കയറൂല, അവരെ മാറ്റി നിർത്തുക. വമൻ ആമന, വിശ്വസിച്ചവരെയും, നിന്റെ കുടുംബത്തെയും നിന്നിൽ വിശ്വസിച്ചവരെയും ആ കപ്പലിൽ എന്ത് ചെയ്തോ? കയറ്റിക്കോളൂ. എന്നിട്ടാണ് അല്ലാഹു നേരത്തെ പറഞ്ഞ വാചകം പറഞ്ഞത് എന്ത്? വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, വളരെ കുറഞ്ഞ ആളുകളല്ലാതെ മഹാനവറുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് നിങ്ങളെ വിശ്വസിച്ചവരെയും കയറ്റിക്കോളൂ. തീർന്നില്ല. ആ കപ്പലിലേക്ക് കയറുമ്പോഴുള്ള ചില മര്യാദകൾ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്തു. ചില പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. ആ കപ്പലിലേക്ക് കയറി യാത്ര തുടങ്ങുന്നതിന്റെ മുമ്പേ, ഫഇദസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽകി ഫഖുലിൽ ഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ وقل رب أنزلني منزلا مباركا وأنت خير المنزلين. സൂറത്ത് മുഅ്മിനൂനിലെ 28-29 ആയത്തുകൾ. അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറയാണ്,
നീയും നിന്റെ കൂടെയുള്ള വിശ്വാസികളും ആ കപ്പലിൽ കയറി ശരിക്ക് അതിൽ കയറിയിരുന്നാൽ ഫഖുൽ, നീ പറയണം. എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ ജനതക്കിടയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന് സർവസ്തുതിയും. നിങ്ങൾ കപ്പലിൽ കയറിയാ പറയണം അൽഹംദുലില്ലാഹ്. ഈ അപകടത്തിൽ നിന്ന് ലോകം മുഴുവൻ നശിക്കാൻ പോവടി, ജനങ്ങളെ മുഴുവൻ മുക്കിക്കൊല്ലാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയവൻ, ഈ കപ്പൽ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ. ഇങ്ങനെ ഒരു വാഹനം മുമ്പില്ല. ആദ്യമായി റബ്ബിന്റെ വഹി അനുസരിച്ചുകൊണ്ട് ലോകത്ത് നിർമ്മിക്കുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം വൃക്ഷം മുറിക്കുന്നു, പലകകൾ ഈർന്നു മുറിക്കുന്നു, ആണികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കപ്പലുണ്ടാക്കുന്നു. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു, വഹമൽനാഹു അലാ ദാതി അൽവാഹിം വദുസുർ. ആണികളും അതുപോലെ തന്നെ പലകകളും ഒക്കെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കപ്പലിൽ അദ്ദേഹത്തെ നാം വഹിച്ചു കൊണ്ടുപോയി. ആ നിർദ്ദേശമനുസരിച്ച്, റബ്ബിന്റെ വഹി അനുസരിച്ച്, റബ്ബിന്റെ പ്രത്യേകമായ മേൽനോട്ടത്തിൽ ആ കപ്പൽ നിർമ്മാണം നടന്നില്ലേ? അങ്ങനെ കപ്പൽ നിർമ്മിക്കാനും അത് മുഖേന ഒരു രക്ഷയുടെ പേടകമായി അത് മാറാനും തന്നെ നിഷേധിച്ചിട്ടുള്ള ജനങ്ങൾക്കിടയിൽ നിന്ന് വിജയം വരിച്ചുകൊണ്ട് അവരുടെയൊക്കെ ഇടയിൽ നിന്ന് മുങ്ങി നശിക്കാതെ രക്ഷപ്പെട്ട് യാത്ര പോകാനും, അങ്ങനെ തന്നെ നിഷേധിച്ചവരുടെ ആളുകൾക്കിടയിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് റബ്ബ് കൊടുക്കുന്ന വിജയം കണ്ട് കൺകുളിർമ ആസ്വദിക്കാനുമൊക്കെ തൗഫീഖ് കിട്ടിയതിന്റെ പേരിൽ പറയണം നൂഹ് നബിയെ, അൽഹംദുലില്ലാഹ് അല്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. വഖുൽ, അതുകൊണ്ടും മതിയാക്കരുത്, ഇനിയും പ്രാർത്ഥിക്കണം നൂഹ് നബിയെ. നിങ്ങൾ കപ്പലിൽ കയറിയാ നിങ്ങൾ ദുആ ചെയ്യണം, റബ്ബി അൻസിൽനി മുൻസലം മുബാറകാ വ അൻത ഖൈറുൽ മുൻസിലീൻ. എൻ്റെ റബ്ബേ, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ എന്നെ നീ ഇറക്കി തരേണമേ. ഇതിലിപ്പോ ഞാൻ കേറിയല്ലോ, നീ ഇറങ്ങണ്ട എവിടെയെങ്കിലും. എവിടെ ഇറങ്ങേണ്ടത്? എവിടെയാ എന്നെ ഇറക്കേണ്ടത്? അൻസിൽനി, നീ എന്നെ ഇറക്കി തരേണമേ അല്ലാഹ്. അൻസിൽനി മുൻസലം മുബാറക, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ എന്നെ നീ കൊണ്ടുപോയി ഇറക്കി തരേണമേ. വ അൻത ഖൈറുൽ മുൻസിലീൻ, ഇറക്കി തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ എന്നും പറയണം നൂഹേ. നോക്കൂ നിങ്ങൾ, ആ യാത്രയുടെ കപ്പലിൽ കയറിയാൽ ചെയ്യേണ്ട മര്യാദകൾ വരെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു കൊടുത്തു. അത് ഇന്നും മുസ്ലിമീങ്ങൾ വാഹനത്തിലേറുമ്പോൾ റബ്ബിനെ സ്തുതിക്കണം എന്നത് നിയമമാണ്. അള്ളാഹു നിയമമാക്കിയ ഒരു നിയമമാണ്. വാഹനത്തിൽ ഏറിക്കഴിഞ്ഞാലുള്ള പ്രാർത്ഥന അത് അറിയാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ നമ്മൾ ചൊല്ലുന്നോ, നിർവഹിക്കുന്നോ, പഠിച്ചിട്ടുണ്ടോ, പ്രയോഗരംഗത്തുണ്ടോ, അതൊക്കെ നമ്മോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ ലിതസ്തവൂ അലാ ളുഹൂരിഹി സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും ഇദസ്തവൈതും അലൈഹി വതഖൂലൂ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹു പറഞ്ഞു, ഒരു നിയമം അല്ലാഹു പഠിപ്പിച്ചു. അല്ലാഹ് ആരാണ്? എല്ലാ വസ്തുക്കളിൽ നിന്നും ജോഡികളായിക്കൊണ്ട്, ഇണകളായിക്കൊണ്ടാണ് ഇവിടെ എല്ലാത്തിനെയും അല്ലാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സൃഷ്ടി വൈഭവം ഉള്ള ഏറ്റവും വലിയ മഹാശക്തിയാണ് റബ്ബ്. മാത്രമല്ല, അവൻ നിങ്ങൾക്ക് കപ്പൽ നിശ്ചയിച്ചു തന്നു. വജഅല ലക്കും മിനൽ ഫുൽകി, കപ്പൽ മുഖേന അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു. വൽ അൻആം, നാൽക്കാലികൾ മുഖേനയും മാ തർകബൂന, നിങ്ങൾക്ക് വാഹനമായിട്ട്, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി നാൽക്കാലികളെയും, അന്ന് അതാ ഉള്ളത്, നാൽക്കാലികളും അതുപോലെ തന്നെ കപ്പലും. ലിതസ്തവൂ അലാ ളുഹൂരിഹി, നിങ്ങൾ അതിന്റെ പുറത്ത് ശരിക്കും കയറിയിരിക്കാൻ വേണ്ടി. സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവാനും, നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവാനും. ഇദസ്തവൈതും അലൈഹി, അതിന്മേൽ ശരിക്കും കയറിയിരുന്നാൽ. വതഖൂലൂ, നിങ്ങൾ പറയാനും. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അത് പറയാനും കൽപ്പിക്കപ്പെട്ടു.
അത് പറയാനും നമ്മൾ കൽപ്പിക്കപ്പെട്ടു. അതിന്റെ അർത്ഥതലങ്ങളിലേക്കൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ ഉദ്ദേശാർത്ഥം എത്രയാണ്? ഇതിനെ ഞങ്ങൾക്ക് കഴിയാത്തവരായിരുന്നു ഞങ്ങൾ. അങ്ങനത്തെ ഞങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്തി തന്ന റബ്ബിനാകുന്നു. അവൻ മഹാപരിശുദ്ധനാണ്. അവന്റെ അടുത്തേക്കാണ് ഞങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടതും എന്ന ആശയമാണ് വാഹനത്തിലേറിയാൽ നമ്മൾ പറയേണ്ടത്. അത് നമ്മൾ പറയാറുണ്ടോ സുഹൃത്തുക്കളെ? ഇപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, വാഹനത്തിലാണ് കയറുക, സ്റ്റാർട്ടാക്കുക, പോവാന്നല്ലാതെ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടോ നമുക്ക്? അത് നമുക്ക് ആ ഒരു തൗഫീഖ് നൽകിയ റബ്ബിനെ ഓർക്കാറുണ്ടോ? അവനെ സ്തുതിക്കാറുണ്ടോ? അവനെ പ്രകീർത്തിക്കാറുണ്ടോ? ദുആ ചെയ്യാറുണ്ടോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മഹാനായ പ്രവാചകൻ ആദ്യമായി വാഹനം നിർമ്മിച്ച് അതിലേക്ക് തന്നിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളെയും കൊണ്ട് പോകുമ്പോ വരെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നൂഹേ ഫഇദസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽകി ഫഖുലിൽ ഹംദുലില്ലാഹ് അല്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ വഖുർ റബ്ബി അൻസിൽനീ മുൻസലം മുബാറകാ വഅൻത ഖൈറുൽ മുൻസിലീൻ. നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ടോ? നാം പഠിപ്പിക്കപ്പെട്ട ദുആ നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കുക, നമ്മൾ പഠിക്കുക, നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അല്ലാഹ് നിർദ്ദേശിച്ചില്ലേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന ഘട്ടത്തിൽ, ഹിജറക്ക് പുറപ്പെടുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹ് കൽപ്പിച്ചു, വഖുർ റബ്ബി അദ്ഖിൽനീ മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നീ മുഖ്റജ സിദ്ഖിൻ വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. അല്ലാഹു തആല കൽപ്പിച്ചു. ആരോടാ കൽപ്പിച്ചത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു, പ്രാർത്ഥിക്കൂ പ്രവാചകരെ, റബ്ബി അദ്ഖിൽനീ മുദ്ഖല സിദ്ഖിൻ, എൻ്റെ റബ്ബേ എന്നെ നീ സത്യത്തിൻ്റെതായ പ്രവേശനം പ്രവേശിപ്പിക്കുകയും സത്യത്തിൻ്റെതായ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ. നിന്റെ പക്കൽ നിന്ന് എനിക്ക് സഹായകരമായ ഒരു ശക്തിയെ നീ ഏർപ്പെടുത്തി തരണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിജ്റയുടെ വേളയിലും അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു പുറപ്പെടുമ്പോൾ ആ നിലക്കുള്ള ഒരു പ്രാർത്ഥനക്ക് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കപ്പെട്ടു. നോക്കൂ നിങ്ങൾ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശം അക്ഷരം പ്രതി പാലിക്കുകയാണ്. അക്ഷരം പ്രതി പാലിക്കുന്നു എന്ന് മാത്രമല്ല, കപ്പലിൽ കയറുന്ന ഉടനെ തന്നെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറയാണ്, വഖാല ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ ഇന്ന റബ്ബീ ലഗഫൂറുർ റഹീം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറുന്ന ആളുകളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ അതിൽ കയറിക്കൊള്ളുവീൻ, അള്ളാഹുവിന്റെ നാമത്തിലാണ് അതിന്റെ സഞ്ചാരവും അതിന്റെ നങ്കൂരമിടലും, അതിന്റെ പുറപ്പാടും, അത് എവിടെ പോയി നിൽക്കലും ഒക്കെ, അതിൽ കയറലും ഇറങ്ങലും ഒക്കെ ആരുടെ നാമത്തിലായിരിക്കണം? അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം എന്ന് ആര് നിർദ്ദേശിക്കാണ്? മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് നിർദ്ദേശം കൊടുക്കുകയാണ്. ആ അർത്ഥത്തിൽ അത് സഞ്ചരിക്കുകയും നിർത്തുകയും ഒക്കെ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ നാമം പറയാനും അവനെ വാഴ്ത്താനും അവനെ സ്തുതിക്കാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങളോട് നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്? ലോകത്ത് ശക്തമായ നിലക്ക് പ്രളയം സംഭവിക്കണം. പ്രളയം സംഭവിക്കുന്ന ഘട്ടത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ നമുക്ക് വിവരം തരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചത്? അള്ളാഹുവിന്റെ തീരുമാനം അവിടെ വരികയാണ്. എങ്ങനെയാണ് ശിക്ഷ നടപ്പാക്കാൻ പോകുന്നത്? എന്താണ് ആ ഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന പുതുമകളും അത്ഭുതങ്ങളും വിശുദ്ധ ഖുർആൻ പറയുന്നു. ഫഫതഹ്നാ أبواب السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر. സൂറത്തുൽ ഖമറിലൂടെ അല്ലാഹു പറയാണ്, ഫഫതഹ്നാ അബ്വാബസ് സമാ, നാം തുറന്നു. അല്ലാഹു പറയാണ് ഫഫതഹ്നാ, അങ്ങനെ നാം തുറന്നു വിട്ടു. എന്താ തുറന്നത്? അബ്വാബസ് സമാ, വാനലോകത്തിന്റെ കവാടങ്ങൾ ഞാൻ തുറന്നു. ആകാശത്തിന്റെ ഡോറുകൾ ഞാൻ തുറന്നു വെച്ചു. എന്തുകൊണ്ടാ തുറന്നത്? ബിമാഇൻ മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന മഴവെള്ളത്തിലൂടെ. കുത്തിച്ചൊരിയുന്ന മഴ ഇങ്ങ് താഴോട്ട് വീഴുന്ന നിലക്ക് ആകാശത്തിന്റെ ഡോറുകൾ നമ്മളങ്ങ് മലർക്കെ തുറന്നു വെച്ചു.
വാനലോകത്ത് നിന്ന് ശരശരേന്ന് തുള്ളിക്കൊരുകുടം എന്നൊക്കെ പറയണതിന്റെ അപ്പുറം ശക്തമായിട്ട് കുത്തി ഒഴുകുന്നത് പോലെ മായി മുന്നമർ കുത്തി ഒഴുകുന്ന വെള്ളം മുഖേന ആകാശത്തിന്റെ ഡോറുകൾ നമ്മൾ തുറന്നു. വെള്ളം കെട്ട് വരാൻ തുടങ്ങി. ഭൂമിയെ നാം കീറി മുറിച്ചു. അതിൽ നിന്ന് ഉറവുകൾ പൊട്ടി ഒഴുകുന്ന നിലയിൽ. അതാണ് അടുപ്പുകളിൽ നിന്ന് വഫാറത്തന്നൂർ, അടുപ്പുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം തിളച്ചു പൊന്തുകയാണ്. അങ്ങനെ ഭൂമിയിൽ നിന്ന് അടിയിൽ നിന്നും ശക്തമായ നിലക്ക് വെള്ളം ഇങ്ങനെ ചീറ്റി വരികയാണ്. അതുപോലെ തന്നെ വാനലോകത്ത് നിന്ന് ശക്തമായ നിലക്ക് മഴവെള്ളം പെയ്തിറങ്ങുകയാണ്. എന്നിട്ട് നിർണയം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യത്തിന്റെ മേൽ ആ വെള്ളം കൂട്ടിമുട്ടി. മേലെ നിന്ന് വെള്ളം വന്ന വെള്ളവും താഴെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വെള്ളവും ഒരുപോലെ അങ്ങ് പൊങ്ങി 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 അതങ്ങ് ഉയർന്നുയർന്നുയർന്നു വരികയാണ്. അങ്ങനെ അതിന്റെ ഗൗരവത്തിന്റെ രൂക്ഷമായ നിലക്ക് ആ രാജ്യത്തങ്ങ് പ്രളയം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ എത്രത്തോളം വഹിയ തജ്രീബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ, പർവ്വതങ്ങൾക്ക് സമാനമായ തിരമാലകൾ ഉണ്ടായി. വെള്ളം കെട്ട് വന്നിട്ടേ ഒരു പുഴയും കൂടി ഇല്ലാത്ത സ്ഥലത്ത് വെള്ളം ശക്തമായി മഴയും പെയ്തു, അടിയിന്ന് ഉറവും. ശക്തമായ നിലക്കുള്ള പ്രളയം. ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. വഹിയത്ത ജിരീബിഹിം, നൂഹ് അലൈഹിസ്സലാമും മുഅ്മിനീങ്ങളും മാത്രം കയറിയിട്ടുള്ള ആ കപ്പലിങ്ങനെ അതിൽ കയറ്റാൻ നിർദ്ദേശിക്കപ്പെട്ട ജീവജാലങ്ങളുമായി കൊണ്ട് ആ കപ്പലിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫീ മൗജിൻ, തിരമാലകൾക്കിടയിലൂടെ കപ്പലിങ്ങനെ അടിയുലഞ്ഞു പോവുകയാണ്. ഇങ്ങനത്തെ തിരമാല റബ്ബാ തിരമാലയെ വിശേഷിപ്പിച്ചത് കൽ ജിബാൽ, അത്യുന്നതമായ പർവ്വത സമാനമായ തിരമാലകൾ. നോക്കിയാൽ ഇങ്ങനെ തല ഉയർത്തി നോക്കണം, ഒരു തിരയുടെ ഉയരം കാണണമെങ്കിൽ. അത്ര ശക്തമായ നിലക്കുള്ള തിരമാലകൾ തിരയടിച്ചുകൊണ്ടുള്ള പ്രളയത്തിലൂടെ കപ്പലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ വനാദാ നൂഹുൻ ഇബ്നഹു വകാന ഫീ മഅ്സിലി യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. വനാദാ, വിളിച്ചു. നൂഹ് അലൈഹിസ്സലാം വിളിച്ചു. ഇബ്നഹു, തന്റെ പൊന്നുമോനെ വിളിച്ചു. കപ്പലിൽ മോൻ കയറിയിട്ടില്ല, മോൻ കയറാൻ കൂട്ടാക്കിയിട്ടില്ല. മകനില്ല, ഭാര്യയില്ല. നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു, മകനെ വിളിച്ചു. വകാന ഫീ മഅ്സിൽ, മകൻ എവിടെയാണ്? കപ്പലിലൊന്നും കയറാതെ അകലെ ഒരു സ്ഥലത്തായി നിൽക്കുകയാണ്. ആ നേരത്തും ബാപ്പ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ, ഇർകം മഅനാ, ഞങ്ങളോടൊപ്പം കപ്പലിൽ കയറുമോനെ. വലാ തകും മഅൽ കാഫിരീൻ, നിഷേധികളുടെ കൂട്ടത്തിൽ എന്റെ മോനെ പെട്ടുപോകല്ല, കാഫിരീങ്ങളുടെ കൂടെ പെട്ടുപോകല്ല മോനെ, കപ്പലിലേക്ക് കയറൂ മോനെ. മകന്റെ മറുപടി, ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. അലൈഹിസ്സലാമിൻ മകനെ വിളിച്ചു പറഞ്ഞപ്പോ മകൻ പറയാണ്, അഹങ്കാരത്തിന്റെ വാക്കുകളാ മകൻ ബാപ്പയോട് പറഞ്ഞത്. സആവീല ജബലിൻ, ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറും, അവിടേക്കൊന്നും വെള്ളമെത്തൂല ബാപ്പാ, ഞാൻ ആ മലയുടെ മുകളിലേക്ക് അങ്ങ് കയറി അഭയം തേടും. യഅസിമുനി മിനൽ മാ, ആ പർവ്വതം വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചോളും. ബാപ്പന്റെ വഴി നോക്കിക്കോ, എന്നെ വിളിക്കണ്ട. ബാപ്പ അപ്പോഴും വിളിച്ചു പറഞ്ഞു, മോനെ, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം, അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ഇന്ന് ഒരാളുമില്ല മോനെ. റബ്ബിന്റെ അനുഗ്രഹം കിട്ടിയവരല്ല, അള്ളാന്റെ കൽപ്പനയിൽ നിന്ന് ഇന്നത്തെ ദിവസം അവർക്ക് രക്ഷ കൊടുക്കുന്ന ഒരു രക്ഷകനുമില്ല. അതുകൊണ്ട് കയറിക്കോ എന്ന് പറയുമ്പോഴേക്ക് വഹാല ബൈനഹുമൽ മൗജ്, ഇതും പറഞ്ഞു തീരേണ്ട താമസമേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും ബാപ്പക്കും മകനുമിടയിൽ തിരമാല വന്ന് മറയിട്ട് കളഞ്ഞു. പിന്നെ ആ ബാപ്പി മോനും കണ്ടിട്ടില്ല, പിന്നെ കണ്ടിട്ടില്ല. ഇത്രയും പറയാനുള്ള താമസേ ഉണ്ടായുള്ളൂ. വഹാല ബൈനഹുമൽ മൗജു, അപ്പോഴേക്കും അവർക്കിടയിൽ തിരമാല വന്നു മറയിട്ടു. ഫകാന മിനൽ മുഗ്റഖീൻ,
ആ മകൻ മുങ്ങിച്ചാകപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ടുപോയി. നൂഹ് അലൈഹിസ്സലാമിന്റെ കുറെ മക്കളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യാം എന്ന പേരിലുള്ള, അതല്ല കൻആൻ എന്ന പേരിലുള്ള മോനാണ് ഇങ്ങനെ മുക്കിക്കൊല്ലപ്പെട്ടവരിൽ പെട്ടതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും ആ മകൻ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലുള്ള പിതാവ് എന്ന നിലക്കുള്ള വികാരം മണപൊട്ടി ഒഴുകുകയാണ്. മോനേന്ന് വിളിച്ചിട്ട് വല്ലാത്ത സങ്കടത്തോടെ പ്രതീക്ഷയോടെ വാപ്പ വിളിച്ചതാണ്. ഒരു പിതാവിന്റെ മനസ്സിലുണ്ടാകുന്ന വികാരമാണത്. പരിശുദ്ധ ഖുർആൻ ഹദീസുകളൊന്നും പരിശോധിച്ചു നോക്കിയാൽ ഒരു ഉപ്പയോടും നിങ്ങൾ മക്കളെ സ്നേഹിക്കണേ, ഒരു ഉമ്മയോടും നിങ്ങൾ മക്കളെ സ്നേഹിക്കണേ എന്നൊക്കെ നിർദ്ദേശം കാണാനാവില്ല. മറിച്ച് മക്കളോടാ അല്ലാഹു പറയുന്നത്, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണേ മക്കളെ. എന്തേ മക്കളോട് അങ്ങനെ പറയാൻ കാരണം? ഒരു ഉപ്പാനോടും ഒരു ഉമ്മാനോടും മക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടേയില്ല. അതൊരു പിതാവിന്റെ വികാരമാണ്, ഒരു ഉമ്മയുടെ വികാരമാണ്. അത് നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ തന്നെ പ്രകൃതി അത് അങ്ങനെയാ തേടുന്നത്. ബാപ്പ മക്കളെ സ്നേഹിക്കും, ഉമ്മ മക്കളെ സ്നേഹിക്കും. അതുകൊണ്ടാ പ്രത്യേകങ്ങൾ മക്കളെ സ്നേഹിക്കണേ ഒമനിക്കണേ എന്നൊന്നും പറയാത്തത്. അതേ അവസരത്തിൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ബാപ്പാനെ സ്നേഹിക്കണം, ബാപ്പാക്ക് നന്മ ചെയ്ത് കൊടുക്കണം. കാരണം എന്താ? മക്കൾ അങ്ങനെ ചെയ്യൂല. മക്കൾക്ക് കാര്യം കിട്ടുന്ന കാലത്ത് മാത്രം പിന്നാലെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക വലിച്ചെറിയാന്നുള്ള തത്വത്തിലേക്കാണ് ആളുകൾ നീങ്ങുക. പ്രായമാകുമ്പോൾ കൂടുതലും ഒന്നിനും പറ്റാത്തൊരു കാലമായി. ഇനി ഈ കിളവനെ എന്തിന്, ഈ കിഴവി എന്തിന്, ഇതുകൊണ്ട് ഇനി ഒരു ഉപയോഗമല്ല. ആ കാലത്ത് ഉഫിൻ എന്ന വാക്ക് പോലും പറയരുതെന്ന് ഖുർആൻ പറഞ്ഞത് എന്തുകൊണ്ടാ? മനുഷ്യ വികാരം അങ്ങനെയാണ്. അപ്പൊ ഒരു പിതാവിന്റെ മനസ്സിലുള്ള ചിന്ത, ആ പിതാവിന്റെ മനസ്സിലുള്ള വേദന, എന്റെ കുഞ്ഞുമോൻ അതേ മുക്കിക്കൊല്ലപ്പെടുന്നവരവസ്ഥ കണ്ടു നിൽക്കാനാവാതെ മഹാനവറുകൾ റബ്ബിനോട് അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. വനാദാ നൂഹു റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. ബാപ്പയുടെ പ്രാർത്ഥന. നൂഹ് അലൈഹിസ്സലാം വനാദാ നൂഹു റബ്ബഹു, നൂഹ് തന്റെ രക്ഷിതാവിനെ വിളിച്ചു പറഞ്ഞു. ഫഖാല, അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ബനി മിൻ അഹ്ലി, എന്റെ മോൻ എന്റെ കുടുംബത്തിൽപ്പെട്ടതല്ലേ, ഇന്ന വഅദകൽ ഹഖ്, നിന്റെ വാഗ്ദത്തം സത്യമാണല്ലോ, വ അൻത അഹ്കമുൽ ഹാകിമീൻ, നീ ഏറ്റവും നന്നായി വിധിക്കുന്ന വിധികർത്താക്കളിൽപ്പെട്ടവനാണല്ലോ. എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞതല്ലേ, എന്റെ മോൻ എന്റെ കുടുംബത്തിലെ മെമ്പറല്ലേ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നി അഇളുക അൻ തകൂന മിനൽ ജാഹിലീൻ. നൂഹേ, അവൻ നിന്റെ കുടുംബത്തിലെ മെമ്പർ അല്ല, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. വളരെ ശ്രദ്ധിച്ചോളണം അല്ലാഹുവിന്റെ പ്രയോഗം. ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ജാരസന്താനമാണെന്നാണോ അർത്ഥം? നിനക്ക് പിറക്കാത്ത മോനാണെന്നാണോ അർത്ഥം? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള അർത്ഥമാണോ അതിനുള്ളത്? അതൊന്നുമല്ല. മറിച്ച് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രക്തത്തിൽ പിറന്ന മോൻ തന്നെയാണ്. പിന്നെന്താ ഇവിടെ നിന്റെ മോനല്ല എന്ന് പറഞ്ഞത്? ആദർശ ബന്ധമില്ലെങ്കിൽ തന്നെ ഇസ്ലാമിൽ പിന്നെ രക്തബന്ധത്തിന് വിലയില്ല. രക്തബന്ധത്തെക്കാൾ ഇസ്ലാം വില കൽപ്പിക്കുന്നത് ആദർശത്തിനാണ്. അതുകൊണ്ടാണ് ബാപ്പ മുസ്ലിമും മകൻ മുശ്രിക്കുമാണെങ്കിൽ, അതല്ലെങ്കിൽ തികച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിമതസ്ഥരാണെങ്കിൽ, വ്യത്യസ്ത മതക്കാരാണെങ്കിൽ, അനന്തര സ്വത്തിന് വരെ ഇസ്ലാം പെർമിഷൻ കൊടുത്തിട്ടില്ലല്ലോ. കാഫറിന്റെ സ്വത്തുനിന്ന് ഒരു മുസ്ലിമിന് അനന്തരമെടുക്കാൻ വകുപ്പില്ല. ഇസ്ലാമിന്റെ നയമാണ്. ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയാണ്, നൂഹേ, അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹിൻ, നല്ലതല്ലാത്ത പ്രവൃത്തിയാണ് അവൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫലാ തസ്അൽനി, നീ എന്നോട് ചോദിക്കല്ല. മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്തത് നീ എന്നോട് അറിവില്ലാത്ത വിഷയത്തിൽ ഇടപെട്ടിട്ട് നീ വിവരക്കേട് എന്നോട് ചോദിക്കരുത്. ഇന്നി അഇളുക, നൂഹേ, നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. അൻ തകൂന മിനൽ ജാഹിലീൻ, നീ മൂഢന്മാരുടെ കൂട്ടത്തിൽ, വിവരക്കേട് പറയുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും നീ പെട്ടുപോകരുതെന്ന നിലക്ക് നിന്നെ ഞാൻ ഉപദേശിക്കുന്നു.
ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മുഫസ്സിരീങ്ങൾ പല വ്യാഖ്യാനങ്ങൾ കൊടുത്തു. ഒന്ന്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞ തന്നെ, എന്ത്? മകൻ ചെയ്ത പ്രവൃത്തി വളരെ മോശമാണ്, നിന്റെ മകൻ ചെയ്തിട്ടുള്ള പ്രവൃത്തി മോശമായ പ്രവൃത്തിയാണ്, അതുകൊണ്ട് നിന്റെ കൂടെ അവനെ രക്ഷപ്പെടുത്താൻ പറ്റൂല. അതാണ് ഒരു മാന പറഞ്ഞത്, ഒരു ആശയം അതാണ്. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, നൂഹേ, നിന്റെ ഈ ചോദ്യം ശരിയല്ലാത്ത ചോദ്യമാണ്. ഞാൻ കാഫിറിനെ രക്ഷപ്പെടുത്താനാ നീ ചോദിക്കുന്നത്. കാഫിർ ഒരിക്കലും നിന്റെ കൂടെ കയറാൻ യോഗ്യനല്ല, അതുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചത് മോശമാണ്, അത് പാടില്ല. അതുകൊണ്ട് ഇന്നി അഇലുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ വിവരക്കേടിന്റെ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുതെന്ന നിലക്ക് നിന്നെ ഞാൻ ഉപദേശിക്കുന്നു. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അള്ളാഹു ആ ചോദ്യത്തിന്റെ പേരിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അത് അബദ്ധമായി പോയി എന്ന് തോന്നുന്നു. മഹാനവറുകൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ, ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമുൻ വഇല്ലാ തഗ്ഫിർ ലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. എന്റെ റബ്ബേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് ഇതാ കാവല് ചോദിക്കുന്നു, അൻ അസ്അലക, നിന്നോട് ഞാൻ ചോദിക്കുന്നതില്ലെന്ന്, മാ ലൈസ ലീ ബിഹി ഇൽമുൻ, വിവരക്കേടിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഞാൻ നിന്നോട് ചോദിക്കൂല. ചോദിച്ച കാര്യത്തിൽ മാപ്പ്, വഇല്ലാ തഗ്ഫിർ ലി, നീ എന്നോട് പൊറുത്തിട്ടില്ലെങ്കിൽ, വതർഹംനി, നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, അകും മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം അല്ലോ, പൊറുക്കണേ റബ്ബേ എന്ന് അങ്ങനെ മകന് വേണ്ടി ചോദിച്ചതിന്റെ പേരിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ തന്നെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആൻ പറയാണ്. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ആദർശ ബന്ധമില്ലെങ്കിൽ ഒരു ബന്ധം കൊണ്ടും പ്രയോജനമില്ല എന്നുള്ള ഗുണപാഠാണെന്ന് മനസ്സിലാക്കേണ്ടത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വന്തം മോനാണ് മുക്കിക്കൊല്ലപ്പെടുന്നത്. അവരുടെ ഭാര്യ അവരും മുക്കിക്കൊല്ലപ്പെട്ടു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ കുറിച്ചും ഖുർആൻ പറഞ്ഞത്, അവരും വിശ്വാസിയായിട്ടില്ല, അവരോടും നാളെ പരലോകത്ത് വെച്ച് പറയപ്പെടും, വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും വിശ്വാസികളായിരുന്നില്ല. ഈ പ്രവാചകന്മാരുടെ ആദർശത്തിൽ അവർ ചേരാതെ മതരംഗത്ത്, ആദർശരംഗത്ത് ഒരു വഞ്ചന കാണിച്ചതുകൊണ്ട് അവർ മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരായി പോയി എന്നതുകൊണ്ടൊന്നും ഒരു ഫലവും അവർക്ക് പരലോകത്ത് കിട്ടുകയില്ല. മറിച്ച് പരലോകത്തെത്തുമ്പോൾ വഖീല പറയപ്പെടും, ഉദ്ഖുലൻ നാറ മഅദ്ദാഖിലീൻ, നരകത്തിലേക്ക് കിടക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും കയറിക്കോ എന്നാണ് നൂഹ് നബിയുടെ ഭാര്യയോടും ലൂത്ത് നബിയുടെ ഭാര്യയോടും വരെ അള്ളാഹു പറയുക. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബാപ്പയോടും അത് തന്നെയാണ്. മഹാനായ പ്രവാചകന്റെ ബാപ്പയാണ്. മോൻ പ്രവാചകനല്ലേ എന്ന നിലക്ക് മഹ്ശറിൽ അവർക്ക് രക്ഷയില്ല. ബാപ്പ പ്രവാചകനായിരുന്നു എന്നതിന്റെ പേരിൽ നൂഹ് നബിയുടെ മകന് രക്ഷയില്ല. എന്റെ ഭർത്താവ് പ്രവാചകന്മാരായിരുന്നു എന്ന നിലക്ക് നൂഹ് നബിയുടെയോ ലൂത്ത് നബിയുടെയോ ഭാര്യമാർക്ക് രക്ഷയില്ല. എന്റെ ഭാര്യ ഏറ്റവും നല്ലവളായിരുന്നു, ആ കെയർ ഓഫിൽ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് നാളെ പരലോകത്ത് ആസിയാ ബീവിയുടെ ഭർത്താവായിരുന്ന ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരിയായ തെമ്മാടിയായ ഭർത്താവിനും അവസരം കിട്ടുകയില്ല. എന്റെ സഹോദരന്റെ മോനായിരുന്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ പേരിൽ അബൂ താലിബിനും രക്ഷയില്ല നരകത്തില്ലെന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം, നമ്മൾ അമല് ചെയ്താലല്ലാതെ പരലോകത്ത് രക്ഷയില്ല. നമ്മൾ പണിയെടുക്കണം, നമ്മൾ അധ്വാനിക്കണം. ഒരാളുടെയും കെയർ ഓഫില് ഇവിടെ തോന്നിയാസിൻ തെമ്മാടി കാഫിറുമായി ജീവിച്ചിട്ട് നല്ല വേറെ ചില ആളുകളുടെ കെയർ ഓഫിൽ അവിടെ രക്ഷപ്പെടാന്നൊക്കെ പലരും സമൂഹത്തോട് പറയുന്നുണ്ട്. നടക്കൂല. അതുകൊണ്ട് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയണേ, രക്തബന്ധത്തെക്കാണ് വില ആദർശത്തിനാണ്. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ ബാപ്പയും മകനും തമ്മിൽ ഏറ്റുമുട്ടിയത്. ചോരയും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധമാണ് ബദറും ഉഹദുമൊക്കെ. എന്തേ കാരണം? ബാപ്പ ഒരു പക്ഷത്ത്, മകൻ മറുപക്ഷത്ത്. കാരണം ഈമാനും കുഫറും, ഇസ്ലാമും കുഫറും തമ്മിലുള്ള യുദ്ധമായിരുന്നു.
അവിടെ ആദർശ ബന്ധത്തെക്കാൾ രക്തബന്ധത്തിന് വിലയില്ല. രക്തബന്ധത്തിനാണ് ഇസ്ലാം വില കൽപ്പിക്കുന്നത്, രക്തബന്ധത്തിനല്ല വില കൽപ്പിക്കുന്നത്, ആദർശ ബന്ധത്തിനാണ് ഇസ്ലാം വില കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങളെ നിങ്ങൾക്കേ ഉപകാരപ്പെടൂ എന്ത്, മുഅ്മിനീങ്ങളായ മക്കളും സമ്പത്തൊക്കെ. അതേ അവസരത്തിൽ ലൻ തൻഫഅകും അർഹാമുകും വലാ ഔലാദുകും യൗമൽ ഖിയാമത്തി യഫ്സിലു ബൈനകും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു വളരെ കൃത്യമായി തന്നെ പറയുകയാണ്, ഓ കാഫിറുകളെ, നിങ്ങളുടെ രക്തബന്ധങ്ങളും നിങ്ങളുടെ സന്താനങ്ങളുമൊന്നും നിങ്ങൾക്ക് ഒരു ഉപകാരവും പരലോകത്ത് ചെയ്യൂല. നിങ്ങൾക്കും അവർക്കുമിടയിൽ റബ്ബങ്ങ് വേർപിരിക്കും കേട്ടോ. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ റബ്ബ് കണ്ടറിയുന്നുണ്ട് കേട്ടോ. അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് പറയാണ്. അപ്പൊ ആ പാഠവും നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തരും എനിക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ കുറെ അങ്ങനത്തെ വലിയ പാടമാനാണ്, വലിയ ബാപ്പന്റെ മോന, ഒരു കാര്യമില്ല. അവരവർ ശരിക്കും അഖീദ പഠിച്ച് ഈമാൻ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ അവിടെ ഒരു കെയർ ഓഫിൽ ഒരു രക്ഷയില്ല. ഇസ്ലാം രക്തബന്ധത്തെക്കാൾ ആദർശത്തിന് വില കൽപ്പിക്കുന്നു. ആദർശത്തിനാണ് മേന്മ. അതുകൊണ്ട് അത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. ശരി സഹോദരങ്ങളെ, ആ പാഠവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ കൃത്യമായി തന്നെ എന്താണ് സത്യവിശ്വാസികളായ ആളുകളെ രക്ഷപ്പെടുത്താൻ പോവുകയാണ്. അതിനെന്ത് ചെയ്യണം? ഈ വെള്ളമൊന്ന് ശാന്താവണ്ടേ, കപ്പലിൽ നിന്ന് ഇറങ്ങണ്ടേ, അതിന് വെള്ളമൊന്ന് ഒഴിവാകണ്ടേ. وقيل يا أرض ابلعي ماءك وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجود وقيل بعدا للقوم الظالمين. പറയപ്പെട്ടു, ഭൂമിയോട് പറയപ്പെട്ടു. അല്ലാഹ് ഭൂമിയോട് വിളിച്ചു പറഞ്ഞു, യാ റബ്ബ്, ഓ ഭൂമി, ബിലഈ മാഅകി, നിന്റെ വെള്ളത്തെ നീ അങ്ങ് വിഴുങ്ങിക്കോ. ഭൂമിപ്പുറത്തുള്ള വെള്ളത്തെയൊക്കെ വിഴുങ്ങാൻ പറയാണ് ഭൂമിയോട്. ഭൂമി, നിന്റെ വെള്ളം മുഴുവൻ വിഴുങ്ങിക്കോ. വയാസമാ, ആകാശമേ, അഖ്ലിഈ, നിന്റെ വെള്ളം വരവങ്ങ് നിർത്തിവെക്ക്. വെള്ളം ഇങ്ങോട്ട് വരുന്നത് അവിടെ പിടിച്ചു വെച്ചോ എന്ന് ആകാശത്തോട്. ഇനി വെള്ളം വരണ്ട. ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടാതെ ആ പൊട്ടി വന്ന വെള്ളങ്ങളൊക്കെ ഭൂമിയോടങ്ങ് വലിച്ചു കുടിക്കാനും പറയുകയാണ്. വെള്ളമങ്ങ് വറ്റിപ്പോയി. കാര്യമങ്ങ് തീരുമാനമങ്ങ് കൃത്യമായി റബ്ബിന്റെ ഓർഡർ അനുസരിച്ച് കാര്യങ്ങളങ്ങ് വിധിക്കപ്പെട്ട് കഴിഞ്ഞു. വസ്തവത്ത് അലൽ ജൂദി, ജൂദി പർവ്വതത്തിന്റെ മേലെ പോയി കപ്പലങ്ങ് നങ്കൂരമിട്ടു. കപ്പൽ ശരിക്കും പോയിരുന്നു എവിടെ? ജൂദി പർവ്വതത്തിന്റെ മുകളിൽ. അർമീനിയയിലെ അറാറത്ത് മലനിരകളിൽപ്പെട്ട ഒരു മലനിരയാണ് ജൂദി പർവ്വതം എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. ഇന്നും അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഗവേഷകന്മാരും ചരിത്രകാരന്മാരും ഒക്കെ രേഖപ്പെടുത്തുന്നത്. വളരെ പഴക്കം ചെന്ന മരപ്പലകകളും അതുപോലെയുള്ള ഒരു കപ്പലിന്റെ അവശിഷ്ടം അറാറത്ത് മലനിരകളിലെ ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ഉണ്ട് എന്ന് ഗവേഷകന്മാരും പുരാവസ്തു ഗവേഷകന്മാരും ഒക്കെ സൂചനകൾ പറഞ്ഞൊരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹ് പറഞ്ഞത് അവരെ സംബന്ധിച്ച്, അദ്ദേഹത്തെയും ആ കപ്പലിലുള്ള ആളുകളെയും നാം രക്ഷപ്പെടുത്തി, വജഅൽനാഹാ ആയത്തൽ ലിൽ ആലമീൻ, ലോകർക്കൊരു ദൃഷ്ടാന്തമായി നമ്മൾ അതിനെ മാറ്റി. അതൊക്കെ ആയിരിക്കാം, അല്ലാഹു അഅലം. എന്തായിരുന്നാലും ഒരു വല്ലാത്ത രൂപത്തിലുള്ള ശക്തമായ നിലക്ക് അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും വന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു. വെള്ളം വറ്റി ജൂദി പർവ്വതത്തിന്റെ മുകളിൽ അവർ പോയി നിന്നു. വഖീല, പറയപ്പെട്ടു, ബുഇദൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങൾക്ക് വളരെ ദൂരം അവര് നന്മയില്ലെന്ന് ആട്ടിയോടിക്കപ്പെട്ടു. മുഅ്മിനീങ്ങൾ മാത്രമാണ് ഇപ്പോൾ കപ്പലിൽ ബാക്കിയായത്. ആ സമയത്ത് റബ്ബ് പറയുകയാണ്, ഖീല ഖീല യാ നൂഹ് ബിത് ബിസലാമിൻ മിന്നാ വബറകാത്തിൻ അലൈക വഅലാ ഉമമിൻ മിമ്മൻ മഅക വഉമമുൻ സനുമത്തിഉഹും സുമ്മ യമസ്സുഹും മിന്നാ അദാബുൻ അലീം. സൂറത്ത് ഹൂദിൽ ഇതൊക്കെ വിശദമായി അല്ലാഹ് പറയപ്പെട്ടു. നൂഹേ, യാ നൂഹ്, നൂഹേ, ഇഹ്ബിത്, ഇറങ്ങിക്കോ, കപ്പലിൽ നിന്ന് ഇറങ്ങിക്കോ. ബിസലാമിൻ മിന്നാ, നമ്മുടെ പക്കൽ നിന്നുള്ള ശാന്തി നിനക്കുണ്ട് നൂഹേ.
ശാന്തിയോടെ സുരക്ഷിതമായി കപ്പലിൽ നിന്ന് താഴെ ഇറങ്ങിക്കോ. വബറകാത്തിൻ അലൈക, നമ്മിൽ നിന്നുള്ള ഒരുപാട് ബറക്കത്തുകളും നിന്റെ മേൽ ചൊരിയുന്നുണ്ട് നോഹേ. അതുകൊണ്ട് എന്നിൽ നിന്നുള്ള ബറക്കത്തും സുരക്ഷിതവും നിനക്കുണ്ട്. ഇറങ്ങിക്കോ, ധൈര്യമായി ഇറങ്ങിക്കോ. നിനക്ക് മാത്രമല്ല, വഅലാ ഉമമിൻ മിമ്മൻ മഅക, നിന്റെ കൂടെ വിശ്വസിച്ചിട്ടുള്ള വരും തലമുറക്ക് കൂടി നിന്നിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായിട്ട് ഇനി വരാൻ പോകുന്ന തലമുറക്കും എന്റെ സുരക്ഷിതത്വം ഞാൻ ഓഫർ ചെയ്യുന്നു, എന്റെ ബറക്കത്ത് ഞാൻ ഓഫർ ചെയ്യുന്നു. അതേ അവസരത്തിൽ വൗമമുൻ, വേറെ ചില ആളുകൾ നിന്റെ മക്കളിൽ നിന്ന് സന്താന പരമ്പരയായിട്ട് ബാക്കി വരുമ്പോ സനുമത്യഴുഹും, അവർക്ക് നാം കുറച്ചു കാലമൊക്കെ സുഖം കൊടുക്കും. അത് നൂഹ് നബിയിൽ വിശ്വസിക്കാത്ത ഇനി വരാൻ പോകുന്ന കാഫിറുകളെ പറ്റിയാണ് പറയുന്നത്. അവർക്ക് കുറച്ചു കാലം നമ്മൾ സുഖം കൊടുക്കും. സുമ്മയമസ്സുഹും മിന്നാ, പിന്നീട് അവർക്ക് ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും, പിന്നീട് അവർക്ക് ബാധിക്കുക തന്നെ ചെയ്യും നമ്മുടെ പക്കൽ നിന്ന് അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. ഈ ആയത്ത് നമുക്ക് എന്താ പഠിപ്പിച്ചു തന്നത്? കപ്പലിലുണ്ടായിരുന്ന സത്യവിശ്വാസികൾക്ക് മാത്രമല്ല, അവരിൽ നിന്ന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന സമുദായങ്ങളിലെ സത്യവിശ്വാസികൾക്ക് കൂടി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആശീർവാദം കിട്ടുകയാണ്. ഇപ്പോഴുള്ള മോമിനീങ്ങൾക്ക് മാത്രമല്ല, വരാൻ പോകുന്ന മോമിനീങ്ങൾക്കും കൂടി അള്ളാഹു ആശീർവാദം അറിയിക്കുകയാണ്. എന്നാൽ അവരിലുണ്ടാകുന്ന അവിശ്വാസികൾക്ക് ഈ ആശീർവാദവും അനുഗ്രഹവും ഒന്നും ബാധകമല്ല എന്നും, കുറച്ചു കാലം അവർക്ക് ഭൂമിയിൽ സുഖങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകപ്പെടുമെന്നും, പിന്നീട് ശിക്ഷ തന്നെയായിരിക്കും ആധാരം എന്നുകൂടി ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതിലൂടെ. ഈ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞു നൂഹ് നബി അലൈഹിസ്സലാമും വിശ്വാസികളും മാത്രം ഭൂമിയിൽ ബാക്കിയാവുകയാണ്, രാജ്യത്ത് ബാക്കിയാവുകയാണ്. ഇത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം അല്ലാഹു പറയാണ്, തിൽക മിൻ അംബാഇൽ ഗൈബ് നൂഹിഹാ ഇലൈക് മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിനോട്, ഇതൊക്കെ റസൂലുള്ളാഹിക്കല്ലേ വഹി അറിയിച്ചു കൊടുത്ത് ഖുർആനിലൂടെ ഓതി കേൾപ്പിച്ചു കൊടുത്തത്, ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് അവസാനം പറയണ്, ഈ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? തിൽക, ഇതൊക്കെ മിൻ അംബാഇൽ ഗൈബി, അദൃശ്യ വാർത്തകളാണ്. നൂഹ് നബിയുടെ കാലത്ത് നടന്ന ഈ സംഭവമൊക്കെ മുഹമ്മദ് നബിയെ നിങ്ങൾ എങ്ങനെ ഇപ്പൊ ഇതൊക്കെ പറയണേ? ഇതൊക്കെ അദൃശ്യ വാർത്തകളാണ്. എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയുന്നത്? നൂഹിഹാ ഇലൈക, നാം താങ്കൾക്ക് എന്ത് ചെയ്തു തരുന്നു? വഹിയായിട്ട് അറിയിച്ചു തരികയാണ്. മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ, ഈ വഹി നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങൾക്കോ നിങ്ങളുടെ ജനതക്കോ ഇതിനെപ്പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഒരു വിവരവും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മുമ്പ് എവിടൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ വഹി അറിയിച്ചു തന്നതുകൊണ്ടാണ് നബിയെ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഫസ്ബിർ, നന്നായി ക്ഷമിച്ചോളണേ. ഇസ്ലാമിക പ്രബോധന രംഗത്തുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോ സഹിക്കണേ നബിയെ. ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, നല്ല പര്യവസാനം മുത്തഖീങ്ങൾക്ക് കിട്ടുമെന്നും നബിയെ നിങ്ങൾ അറിയണം. മുത്തഖീങ്ങൾക്ക് നല്ല പര്യവസാനം ഉണ്ടാകും. നൂഹ് അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ചുരുക്കം പേരാണെങ്കിലും അവരല്ലേ രക്ഷപ്പെട്ടത്. ആ മുത്തഖീങ്ങൾക്കല്ലേ നല്ല പര്യവസാനം ഉണ്ടായത്, അല്ലാത്തവരൊക്കെ നശിപ്പിക്കപ്പെട്ടില്ലേ. അതുകൊണ്ട് നബിയെ, ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് സഹിക്കണം നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയുന്നു, നൂഹ് നബിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു, ഞാൻ ഇപ്പൊ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായത്, വഹി കിട്ടിയതുകൊണ്ടാണ് മനസ്സിലായത്. അതേ അവസരത്തിൽ നമ്മുടെ നാട്ടിലുള്ള ചില അന്ധവിശ്വാസികൾ പറയാണ്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട് എന്നാണ്. ഏത് കാലത്തും ഉണ്ട്. നൂഹ് നബിയുടെ കപ്പലിൽ ഉണ്ടായിരുന്നു. നബി മാത്രല്ല മൊയ്‌ദി ശൈഖ് ഉണ്ടായിരുന്നു എന്നാണ് നൂഹ് നബിയുടെ കപ്പലിൽ. അന കുന്തു മഅ നൂഹിൻ ബിഅലാ സഫീനത്തിൻ ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. നൂഹ് നബിയുടെ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചിരുന്നത്, എന്റെ കൈപ്പത്തിയിലൂടെ ആ കപ്പൽ ഓടിയിരുന്നത്. ആരാ പറയുന്നത്? അബ്ദുൽ ഖാദിർ ജീലാനി. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയണത്, എന്റെ കൈക്കാണ് കപ്പലിൽ നിന്ന് ഓടി ആ തൂഫാനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഞാനാണ്. എന്റെ കൈക്കാണ് ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചത്, ഞാൻ ആ കപ്പലിലുണ്ടായിരുന്നു. അനകുന്തു മഅ നൂഹ്, ഞാൻ നൂഹ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ബിഅലാ സഫീനത്തിൽ, കപ്പലിന്റെ നെറുകിൽ മേലുണ്ടായിരുന്നു. അള്ളാന്റെ റസൂലിനോട് വരെ അള്ളാഹ് പറയണം, മാ കുന്ത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ. ഈ വർത്താനം ഞാൻ നിങ്ങൾക്ക് വഹി അറിയിച്ചു തരുന്നതിന്റെ മുമ്പ് നബിയെ, നിങ്ങൾക്കോ നിങ്ങളുടെ ജനതക്കോ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു.
എന്ന് പറയാ. എത്ര അന്ധവിശ്വാസത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത്. ആ രൂപത്തിലുള്ള അന്ധവിശ്വാസികളൊക്കെ സമൂഹത്തിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല മനസ്സും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്കൊക്കെ ഒരു ബാധ്യത ഉണ്ട്. അവരൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. സാധുക്കളാണ് അവരിതൊക്കെ ശരിയാന്ന് വിചാരിച്ചിട്ടാ പാടുന്നതും വായിക്കുന്നതും ഓതുന്നതും പറയുന്നതൊക്കെ. പ്രമാണങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. പ്രമാണം കേൾക്കാൻ അവർക്ക് അവസരം ഉണ്ടായിട്ടില്ല. അത് കേൾക്കരുതെന്ന് പറഞ്ഞ് മുടക്കാനാണ് അവരുടെ മുമ്പിൽ ആളുകളുള്ളത്. അതുകൊണ്ട് അവരോടുള്ള സഹതാപം നമ്മുടെ മനസ്സിലുണ്ടാകണം. നന്മ എത്തിച്ചു കൊടുക്കണം. മഹാന്മാരായ പ്രവാചകന്മാരുടെ വഴിത്താരകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അതിനൊക്കെ ഈ ചരിത്രം നമുക്ക് പ്രേരകമാവട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഉണർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനുൽ ഇസ്ലാമിനെ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ കാണിച്ചു തന്ന വഴിത്താരയിലൂടെ തന്നെ പ്രചരിപ്പിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.